ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ ആരും വരണ്ട. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സഹാനുഭൂതിയുള്ളൂ, അദ്ദേഹത്തെ ഡെപ്പോസിറ്റുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ? ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോർത്ത് ഇപ്പം ഞങ്ങൾ വിട്ടേച്ച് പോകുന്ന ആരും അവിടെ കാണണ്ട. എങ്ങനെയും ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നും എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. അത് ഞങ്ങൾ ബാധ്യതയുണ്ട്. അത് അംഗങ്ങളുള്ള ഞങ്ങൾക്ക് ചുമതലയുണ്ട്. അവിടെ വോട്ട് ചെയ്താണ് ഞങ്ങളുടെ ബോർഡിനെ കൊണ്ടുവന്നത്. LDF അല്ല ബോർഡ്. അതെ, അതുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ മാർഗവും ഞങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ബാങ്കുകളുണ്ട്. ഇവിടെയുള്ളത് കോൺഗ്രസിൻ്റെ ഭരണം ഭരിച്ച് നശിച്ചു. പലയിടത്തും ഞങ്ങൾ ഏറ്റിട്ടുണ്ട്, ഈ ജില്ലയിലുമുണ്ട്. അതെല്ലാം ഇപ്പം പറഞ്ഞ് വിവാദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലതും ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പലതും രക്ഷപ്പെടുത്തുന്നതിന് ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വിവാദമായ കട്ടപ്പനയിലെ റൂറൽ ബാങ്കിൻ്റെ പ്രശ്നത്തിൽ ഞങ്ങളുടെ നിലപാടെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുക. ആ മനുഷ്യൻ മരിച്ചതിൽ, ആ സഹോദരൻ മരിച്ചതിൽ ഞങ്ങൾക്ക് ഖേദവും ദുഃഖവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിനോ ആ ബോർഡിൻ്റെ പ്രസിഡന്റ് PR ശശിക്കോ ഒരു പങ്കുമില്ല. അതിനിതൊക്കെ വലിയ ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് വഴിയെ പോകുന്ന വയ്യാവേലി ഞങ്ങളുടെ തല കെട്ടിവെച്ച് അതിൻ്റെ പാപഭാരം മുഴുവൻ നേർപ്പേറാനുള്ള ചുമതല ഞങ്ങളെ ഏൽപ്പിക്കാൻ അതിനുവേണ്ടി ആരും തൽക്കാലം ശ്രമിക്കേണ്ടതില്ല. അങ്ങനെയൊന്നും വീഴുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന കാര്യം. വരുന്ന ഏത് സാഹചര്യങ്ങളെ നേരിടാൻ മാനം ഇടിഞ്ഞു വന്നാലും തടയാൻ പറ്റുമെന്ന് നോക്കുന്ന മനോഭാവമാണ് ഞങ്ങൾക്കുള്ളതെന്ന കാര്യം പ്രിയമുള്ളവരെ, ആ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ അസന്നിഗ്ധമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഞങ്ങൾക്കൊരു പങ്കുമില്ല.